എല്ലാവരും ചിന്തിക്കും രാവിലെ ഇവിടെ തേപ്പുമായിട്ട് ഇറങ്ങിയോ. തേപ്പൊന്നുമല്ല, യൂണിഫോം തേക്കാണ്. കുട്ടിക്കുറുമ്പൻസിന് ഇന്നാണ് സ്കൂൾ തുറക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ യൂണിഫോമൊക്കെ തേച്ച് വെക്കാമെന്ന് വെച്ചാൽ ഇന്ന് ബുധനാഴ്ച ആയതുകൊണ്ട് അവർക്ക് ബനിയനാണ്. അങ്ങനെ രണ്ടുപേരും ഡ്രസ്സൊക്കെ തേച്ച് ഒതുക്കി വെച്ചിട്ട് അവരെ വിളിക്കാമെന്ന് വിചാരിച്ച്. ഇത് കുട്ടിക്കുറുമ്പൻ്റെ കുഞ്ഞളവ്. ഇത് നമ്മുടെ അയ്യൻകുട്ടൻ്റെതാണ്. ഇപ്പോൾ രണ്ടെണ്ണം തേച്ച് വെച്ചിട്ട് നമുക്ക് സ്നാക്സ് മാത്രം മതി എന്ന് പറഞ്ഞ് ഉച്ച വരെ ഉള്ളൂ. ഇപ്പോൾ രണ്ടുപേരുടെ സ്നാക്സ് ബോക്സിന് ഇന്ന് ബ്രെഡും ബദാമും ഓട്ടോ കൊടുത്ത് വിടുന്നത്. കുപ്പിയൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് സ്നാക്സ് ബോക്സൊക്കെ റെഡിയാക്കി വെച്ച് എല്ലാം ഒതുക്കിയിട്ട് അവരെ വിളിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഈ പണിയെല്ലാം അവരാണ് ചെയ്യുന്നത്. ഇതാ രണ്ടുപേരുടെ ബാഗ്. ഒരാൾക്ക് ഡോറ തന്നെ വേണമെന്ന് പറഞ്ഞു നമ്മുടെ കുട്ടിക്കുറുമ്പന്, മറ്റേ ആൾക്ക് സ്പൈഡർമാനെ തന്നെ വേണമെന്ന്. ഇങ്ങനെ രണ്ടുപേർക്ക് അവരുടെ ഇഷ്ടത്തിന് തന്നെ ബാഗ് മേടിച്ച് വെളിച്ചൊക്കെ ഉണർത്തി കുളിച്ച് വന്നപ്പോഴത്തേന് ബനിയനായതുകൊണ്ട് രണ്ടുപേരും തന്നെ ഒരുങ്ങി കേട്ടോ. ആരും ഒരുക്കണ്ട, ഞങ്ങൾ തന്നെ ഒരുങ്ങിക്കോളാമെന്നും പറഞ്ഞു. അങ്ങനെ ഒരുക്കമൊക്കെ കഴിഞ്ഞ് വാപ്പച്ചിയുടെ ഫോണിൽ ഫോട്ടോ എടുക്കുക. ഫസ്റ്റ് ഡേ അല്ലേ, അങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു. ടൈമായി. അങ്ങനെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഞങ്ങൾ തന്നെ കൊണ്ടുപോകാമെന്ന് വെച്ചു. വണ്ടിയുണ്ട്, എന്നാലും കുട്ടിക്കുറുമ്പൻ്റെ ആദ്യത്തെ ദിവസമല്ലേ, അപ്പോൾ നമ്മൾ തന്നെ കൊണ്ടുപോകാമെന്ന് വെച്ചു കേട്ടോ. ഭയങ്കര ഹാപ്പിയിലൊക്കെയാണ് പോകുന്നത്. ട്വിസ്റ്റ് താഴെയുണ്ട്. പിന്നെ ബാഗ് എൻ്റെ കയ്യിൽ, അതുകൊണ്ടാണ് രണ്ടുപേരും കയറി ഇങ്ങിയിരിക്കുന്നത്. ആദ്യമാണെങ്കിൽ ഭയങ്കര ഹാപ്പിയിലായി എൻ്റെ കൂടെ ഇരുന്ന് പഠിക്കാമല്ലോ എന്നാണ് വിചാരം. കണ്ടില്ലേ, ഇരിക്കുന്ന പോലും ഇല്ല. അപ്പം നമ്മൾ സ്കൂളിലൊക്കെ എത്തി. നല്ല ഡെക്കറേഷനൊക്കെ ആയിട്ട് പിള്ളേരെ വെൽക്കം ചെയ്യാൻ വേണ്ടി ടീച്ചേഴ്സ് എല്ലാം റെഡിയാണ്. സ്റ്റുഡൻസ് വന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് ആക്കിയിട്ടിങ്ങ് പോരാം, എന്നാലും ഫസ്റ്റ് ഡേ അല്ലേ. അയാനെ പിന്നെ അറിയാവുന്നതുകൊണ്ട് മിസ്സ് വിളിച്ച് കയറ്റിക്കൊണ്ട് പോയി. ആദ്യത്തെ ക്ലാസ് താഴെ കേട്ടോ. വാപ്പിച്ചിയുടെ തോളെ ഇരുന്ന് പോവാതെ. സ്കൂളിൽ വന്നിട്ടുണ്ടെങ്കിലും പഠിക്കാനായിട്ട് യൂണിഫോമൊക്കെ ഇട്ട് ആദ്യമായിട്ട് വരിക കേട്ടോ. അതിൻ്റെ ഒരു കണ്ടപ്പോൾ തന്നെ എനിക്ക് അയാൻ്റെ കൂടെ ഇരുന്നാൽ മതി, ഇവിടെ ഇരിക്കണ്ട, എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കണ്ട എന്നൊക്കെ ആയി. പിന്നെ അയാനെ കണ്ടിട്ട് വരുന്ന വരവാത്. ഇങ്ങനെ മിസ്സ് വിളിച്ചപ്പോൾ അങ്ങ് പോയി ആൾ. കണ്ടില്ലേ, എല്ലാവരും കരച്ചിൽ. മിസ്സ് വിളിച്ചുകൊണ്ട് ഇരുത്തി കേട്ടോ. അപ്പോൾ ഒന്നും കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ ആളിന്. നമുക്ക് ഇവിടെയൊക്കെ ഇരുന്നു. നല്ല ഹാപ്പിയിലിരിക്കുക കണ്ടില്ലേ. നമ്മൾ കുറച്ച് കഴിഞ്ഞ് പ്രയറിൻ്റെ ടൈമായപ്പോൾ എല്ലാവരും എഴുന്നേൽപ്പിച്ചൊക്കെ നിർത്തി കേട്ടോ. പ്ലഡ്ജ് പറയുകയാണ്. ആൾ അംഗനവാടിയിൽ പോയൊരു ചെറിയ പരിചയമുള്ളൂ പ്ലഡ്ജിൻ്റെയൊക്കെ. എന്നാലും എഴുന്നേറ്റ് നിന്ന് കൈയൊക്കെ നേരെ വെച്ചിട്ടൊക്കെ നിൽക്കും കേട്ടോ. അത്യാവശ്യം നല്ല പിള്ളേരുണ്ട്. 2 ഡിവിഷൻ, LKG തന്നെ A B 2 ഡിവിഷന്. ഇയാൾ Aയിലാണ്. ഇയാളുടെ കൂടെ അംഗനവാടി പഠിച്ച കൂട്ടുകാരി Bയിലായിപ്പോയി. ആളെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു ആദ്യം. പിന്നെയാണ് ക്ലാസ് ചേഞ്ച് ചെയ്തത്. ഇപ്പം ഇച്ചിരി വിഷമമൊക്കെ ആയി ആളിന്. ഇനിയാണ് ട്വിസ്റ്റ്. കരഞ്ഞപ്പോൾ തന്നെ ചെന്ന് എടുത്തുകൊണ്ട് വന്നു കേട്ടോ. പിന്നെ പോകുന്നില്ല, പഠിക്കുന്നില്ല, വരുക. പിന്നെ HM വന്ന് വിളിച്ചുകൊണ്ട് പോയി. പിന്നെ ഞങ്ങളവിടെ നിന്നില്ല. ബാക്കി അടുത്ത വീഡിയോ കാണാം കേട്ടോ. ബൈ.